ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മാങ്ങ കൊണ്ടിട്ടുള്ള ഒരു റൈസാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നല്ല ഒരു വിളഞ്ഞ മാങ്ങ, ഇത്തിരി വലിയ മാങ്ങയാണ്, അത്ര കുഴഞ്ഞു പോകുന്ന ടൈപ്പുള്ള മാങ്ങയല്ല, നല്ല മാങ്ങയാണ്. എന്നിട്ട് ഇത് വന്നിട്ട് ചോറ് ഒത്തിരി കുഴയാത്ത രീതിയിൽ ഇത്തിരി വേവിച്ചെടുത്ത് കുറച്ച് ആറാൻ വെച്ചിട്ട് എടുത്ത് വെച്ചു. ഇത് ആ മാങ്ങ സ്ക്രൈപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കുക, തൊലിയൊക്കെ ചെത്തിയിട്ട്. അതുകൊണ്ടിട്ടാണ് ചെയ്യേണ്ടത്, എന്നാലാണ് അത് നന്നായിട്ട് യോജിച്ച് വരുന്നത്. ഇപ്പം ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചുമന്ന മുളക് ഒരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി കടുക് ഉഴുന്നുപരിപ്പും നല്ലപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, പൊടിയാ ചേരുവ. ഇത് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില, പിന്നെ നല്ലെണ്ണയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ വെറൈറ്റി റൈസിനൊക്കെ നല്ലെണ്ണയാണ് നല്ല ടേസ്റ്റായിട്ട് ആ മണത്തോടു കൂടി നന്നായിരിക്കുള്ളൂ. പിന്നെ ഞാൻ പാന് ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് നന്നായിട്ട് തന്നെ എണ്ണ ഒഴിക്കേണ്ടി വരും. ഒരു 3-4 സ്പൂണ് എണ്ണ ഒഴിക്കണം ആദ്യം തന്നെ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കും. എന്താ വെച്ചാൽ ഇത് തമ്മിൽ ഒട്ടാത്ത രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ആ റൈസ് നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആദ്യം കടുക് ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിഫറെൻ്റായിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ടിഫിൻ വെറൈറ്റിയിലും ഇതെടുക്കാറുണ്ട് ചില വീടുകളിലൊക്കെ. അങ്ങനെയും തമിഴ്നാട്ടിൽ ഞാൻ കഴിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് റെസിപ്പീസ്, എന്നാൽ പെട്ടെന്ന് ചോറുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് നമുക്ക് റെഡിയാവും. ആ രീതിയിലുള്ളതാണ്. ആ 3 മുളകും ഒരു 3ആയിട്ടൊക്കെ നുള്ളിയിട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കരിവേപ്പിലയും കൂടെ ഇട്ടു. കടുക് ഉഴുന്ന് പരിപ്പ് പൊട്ടിയ പിന്നെ ചുമന്ന മുളക് കരിവേപ്പില ഇട്ടു. അങ്ങനെ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നേ പിന്നെ നമ്മൾ ആ മാങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്ന ആ മാങ്ങ എടുത്ത് അതിലിട്ടിട്ട് ഒന്ന് സമാധാനത്തിൽ നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം പിടിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണമല്ലോ, അത് കാരണം ഞാൻ അതും കൂടെ ഇരുന്ന് ചെയ്യുവാണ്. അടുപ്പ് ഇത്തിരി ഒന്ന് തീ താഴ്ത്തി വെച്ചിട്ടുണ്ട്, അപ്പോഴേ അത് നന്നായിട്ട് വരുക. എന്നിട്ട് ഞാൻ ആ ചോറ് പതുക്കെ മറ്റേ മാങ്ങ ഒന്ന് കുക്കായി പിന്നെ ആദ്യം ചോറ് ഇത്തിരി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കും. മൊത്തം എടുത്ത് ആദ്യം ഇടരുത്, കുറച്ചായിട്ട് വേണം ചേർക്കേണ്ടത്. അതൊന്ന് ചേർക്കുമ്പോഴേക്ക് പിന്നെയും നമുക്ക് ആ ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് ആ പുളിയോ ഉപ്പോ ഒക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ അതനുസരിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചോറ് ചേർത്തുകൊണ്ടിരിക്കാം. പിന്നെ ഞാൻ 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇപ്പോൾ ആ ചോറ് പാകമാക്കി എടുത്ത് ബൗളിലേക്ക് മാറ്റി. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് റെസിപ്പീസ് ആയിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈസി അല്ലേ, മാങ്ങയും ചോറും ഉണ്ടെങ്കിലും മതി.